ഇപ്പൊ നമ്മളിങ്ങനെ നമ്മുടെ കൂടെ പഠിച്ച ആൾക്കാരോട് മാത്രമുള്ളൊരു ബന്ധമുണ്ടാവും. ശ്രദ്ധിച്ചില്ലേ? അതെന്താന്ന് പറയാൻ പറ്റില്ല. രക്തബന്ധത്തിന്റെ കുറച്ച് താഴെ എടുക്കും, സൗഹൃദത്തിന്റെ കുറച്ച് മേലെ എടുക്കും. അതാ അങ്ങനെ ഒരു ബന്ധമാണത്. എല്ലാരോടും ഉണ്ടാവണമെന്നില്ല, ചിലരോട്. രക്തബന്ധത്തിന്റെ കുറച്ച് താഴെ, സൗഹൃദത്തിന്റെ കുറച്ച് മേലെ, അങ്ങനെ ഒരു ആത്മബന്ധമായിരിക്കും. അതെന്തുകൊണ്ടാണെന്നറിയോ? ഈ കൂടെ പഠിച്ചവരോട് മാത്രം നമുക്ക് ഉണ്ടാകുന്നൊരു ആ ഒരു രസമുള്ളൊരു ബന്ധത്തിന്റെ കാരണം എന്താണെന്നറിയോ? ഇന്ന് നമ്മളെ കാത്തിരിക്കാനും സ്നേഹിക്കാനും ഒക്കെ കുറെ ആൾക്കാരുണ്ടാവും. കാരണം ഇന്ന് നമ്മൾ ആരൊക്കെയോ ആണ്. നമ്മൾ ആരും അല്ലാതിരുന്നൊരു കാലത്ത്, നമ്മുടെ കീശയിൽ ഒന്നുമില്ലാതിരുന്നൊരു കാലത്ത്, ഒരു പൊട്ടിയ പെൻസിലോ പെന്നോ ഒക്കെ മാത്രം സ്വന്തമായുള്ള കാലത്ത് നമ്മളെ സ്നേഹിച്ച മനുഷ്യന്മാരാണത്. അതാ എല്ലാ ദിവസവും നമ്മൾ കണ്ട മനുഷ്യരാണത്. പിരിഞ്ഞപ്പോൾ നമ്മൾ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ടുണ്ട്. പിന്നീട് ഒരിക്കലും കാണാത്ത മനുഷ്യന്മാരൊക്കെ ആ കൂട്ടത്തിലുണ്ട്. നമ്മൾ ഇന്ന് ആരൊക്കെയോ ആണ്, ശരിയാ. പക്ഷെ നമ്മൾ ആരുമല്ലാതിരുന്ന സമയത്ത് നമ്മുടെ കൂടെ നിന്ന മനുഷ്യരാണ് നമ്മളെ കൂടെ പഠിച്ച കുട്ടികൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് അവരെ നമുക്ക് വിടാൻ കഴിയില്ല. അതാ എല്ലാവരെയും നമ്മൾ ഓർക്കില്ല, ചിലരെ ഓർക്കും. അത് മാഷന്മാരാണെങ്കിലും അങ്ങനെ തന്നെ ഇല്ലേ? 100 കണക്കിന് മാഷന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടാവും, ടീച്ചർമാരും. എല്ലാവരെയും നമ്മൾ ഓർക്കണില്ല. അപ്പോൾ ജീവിതത്തിൽ ഇഷ്ടപ്പെട്ട ഏറ്റവും ഇഷ്ടപ്പെട്ട മാഷിന്റെ പേര് ചോദിച്ചാൽ ആ 100 ആളെ പേര് വരൂല, 1 or 2 ആളുടെ പേരേ വരുള്ളൂ. ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ടീച്ചറുടെ പേര് ചോദിച്ചാൽ 1 or 2 ആളുടെ പേരേ വരുള്ളൂ. മിക്കവാറും ഏറ്റവും നന്നായി പഠിപ്പിച്ച ടീച്ചറോ മാഷോ ആകൂലത്. നല്ലോണം കഷ്ടപ്പെട്ട് നമ്മളെ പഠിപ്പിച്ച ആൾക്കാരുണ്ടാവും. ചിലപ്പോൾ അവരൊന്നും ആവില്ല നമ്മുടെ ലിസ്റ്റിൽ വരിക. പിന്നെ ആരാ വരിക? നമ്മളോട് എന്തോ ഒരു കാരുണ്യം കാണിച്ച ആളെ നമ്മൾ ഒരിക്കലും മറക്കില്ല. അതാ നമ്മുടെ അവസ്ഥ മനസ്സിലാക്കിയ ഒരാളെ നമ്മൾ മറക്കില്ല. അങ്ങനെ ഒരാളില്ലേ നമ്മളെ ലിസ്റ്റിൽ ഒരാളും വരില്ല. ശരിക്കും നമ്മുടെ അവസ്ഥ മനസ്സിലാക്കിയിട്ടില്ലേ അയാൾ നമ്മുടെ ലിസ്റ്റിൽ ഉണ്ടാവില്ല. അയാൾ നല്ലോണം പഠിപ്പിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. ശരിയല്ലേ? ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പണ്ടൊക്കെ നമ്മൾ ഹെൽമെറ്റ് ഇട്ടിരുന്നോ അല്ലെങ്കിൽ സീറ്റ് ബെൽറ്റ് ഇട്ടിരുന്നോ എന്ന് നോക്കിയിരുന്നത് പോലീസല്ലേ? അല്ലേ? ഇന്ന് ആരാ അത് കണ്ടുപിടിക്കുന്നത്? ഇന്ന് പോലീസല്ല കണ്ടുപിടിക്കണ, ഇന്ന് AI ക്യാമറകളാണ് കണ്ടുപിടിക്കുന്നത്. അല്ലേ? പോലീസിന്റെ ആ ജോലി ഇല്ല ഇപ്പോ, അത് AI ക്യാമറകളാണ് ചെയ്യുന്നത്. ഈ കുറെ കാലം കഴിഞ്ഞാലും മാഷന്മാരും ഉണ്ടാവില്ല, മാഷന്മാരും ടീച്ചർമാരൊന്നും ചിലപ്പോൾ ഉണ്ടാവില്ല. AI വരും, പുസ്തകത്തിലുള്ളത് പഠിപ്പിക്കും, AI പോകും. സംഭവിച്ചേക്കാം. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയോ? നമ്മുടെ തലച്ചോറ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ AIക്ക് ചെയ്യാൻ കഴിയുള്ളൂ. നമ്മുടെ ഹൃദയം ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ AIക്ക് കഴിയൂല. മുന്നിലിരിക്കുന്ന 30 കുട്ടികൾക്കും 30 സങ്കടങ്ങളുണ്ട് എന്ന് AIക്ക് മനസ്സിലാവില്ല. മുന്നിലിരിക്കുന്ന 30 കുട്ടികൾക്കും 30 പേടികളുണ്ട് എന്ന് AIക്ക് മനസ്സിലാവില്ല. 30 കുട്ടികൾക്കും കൊടുക്കുന്നത് ഒരേ ഹോംവർക്ക് ആയിരിക്കും. പക്ഷെ ആ കുട്ടികൾ 30 പേരും എത്തുന്നത് ഒരേപോലെയുള്ള കുടുംബങ്ങളിലേക്കല്ല എന്നും 30 സങ്കടങ്ങളിലേക്കും പേടികളിലേക്കുമാണ് എന്നും AIക്ക് മനസ്സിലാവില്ല. പക്ഷേ ഉള്ളു നിറഞ്ഞ് അവരെ കാണുന്ന പഠിപ്പിക്കുന്ന ഒരു മാഷിനോ ടീച്ചർക്കോ അത് കഴിയും. അതുകൊണ്ട് എത്ര AI വന്നാലും സ്നേഹമുള്ള കാരുണ്യമുള്ള മാഷന്മാരും ടീച്ചർമാരും ഇവിടെ ബാക്കിയാവും. അവരെ ബാക്കിയാവും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഞാൻ ദീർഘിച്ച് സംസാരിക്കണില്ല. നിങ്ങൾ കുറേ കാലത്തിന് ശേഷമൊക്കെ പരസ്പരം കാണുന്ന ആളുകളൊക്കെ ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് വർത്തമാനം പറയാനുള്ള ദിവസമാണ്. അതുകൊണ്ട് ഞാൻ അധിക നേരം എടുക്കണില്ല. ഞാൻ ഒരു കാര്യം മാത്രം പറയാം. നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് അങ്ങോട്ട് വരണോ?
ഇവിടെ നിന്ന് പറഞ്ഞ പോലെ കേൾക്കണ്ടല്ലോ അല്ലേ? ഇത്ര സൗണ്ട് വേണ്ടല്ലേ? ഇത്ര വേണോ? എനിക്ക് സൗണ്ട് കൂടുന്ന പോലെ അപ്പോ സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് നെഹ്റു അല്ലേ പ്രധാനമന്ത്രി? അപ്പൊ നെഹ്റുവിനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, രാജ്യത്തൊരു കാർ ഫാക്ടറി തുടങ്ങണം. അപ്പൊ അന്ന് ഗാന്ധിജി ജീവിച്ചിരിപ്പുണ്ട്. ഗാന്ധിജിയോട് ചെന്നിട്ട് ചോദിച്ചു, ബാപ്പു എനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, കാർ ഫാക്ടറി തുടങ്ങണം എന്നൊരു ആഗ്രഹമുണ്ട് ഇവർക്ക്. അപ്പൊ ഗാന്ധിജി കേട്ടപാടെ പറഞ്ഞു, അത് വേണ്ട. നമ്മുടെ നാട്ടിലത്തെ ആൾക്കാർ കാറ് പോകുന്ന ആൾക്കാരല്ലല്ലോ, കൂടുതൽ ആൾക്കാർ നടന്നു പോകുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് അവർക്കൊരു സൈക്കിളാണ് വേണ്ടത്, കാറല്ല വേണ്ടത്. കാറിന്റെ ഫാക്ടറി ഒക്കെ പിന്നെ തുടങ്ങാന്ന് പറഞ്ഞു. നെഹ്റു തുടങ്ങിയില്ല. നെഹ്റുവിന്റെ പേരക്കുട്ടിയെ തുടങ്ങിയ. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് മാരുതി. ഹനുമാനാണ് മാരുതി. മരുത്താൻ കൊണ്ടുപോയ ആളുടെ പേരാണ് മാരുതി. അപ്പോ നെഹ്റു തുടങ്ങിയില്ല. പക്ഷേ നെഹ്റുവിനോട് അന്ന് ഗാന്ധിജി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. നെഹ്റുവിനെ നിങ്ങൾക്ക് അറിയില്ലേ, ദൈവവിശ്വാസിയല്ല, മതവിശ്വാസിയല്ല, ഒട്ടും സ്പിരിച്വൽ അല്ലാത്തൊരു മനുഷ്യനാണ്. ആ മനുഷ്യനോട് ഗാന്ധിജി എന്താ പറഞ്ഞറിയോ? വലിയ വലിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഒരു ദിവസം നോമ്പ് നോൽക്കണം, ഒരു ദിവസം നോമ്പ് നോൽക്കണം. അങ്ങനെ നോമ്പ് നോറ്റിട്ട് മനസ്സിനോട് ചോദിക്കണം, ഞാൻ എടുക്കുന്ന തീരുമാനം കൊണ്ട് പാവപ്പെട്ടവർക്ക് എന്ത് കിട്ടും? കിട്ടുമെങ്കിൽ ചെയ്താൽ മതി, ഇല്ലെങ്കിൽ ചെയ്യണ്ട. ചെറിയ വാക്കല്ല. 9 മണിക്ക് ബെല്ലടിച്ച് ഹാജർ പട്ടികയും ചോക്കും എടുത്ത് ക്ലാസ് മുറിയിലേക്ക് പോകുന്ന മാഷിനോട്, ടീച്ചറോട് ഗാന്ധിജി എന്താ പറയണെന്നറിയോ? നിങ്ങൾ ആ ക്ലാസ് മുറിയിലുള്ള 1 മണിക്കൂർ നേരല്ലേ, ആ 1 മണിക്കൂർ കൊണ്ട് ആ ക്ലാസ് മുറിയിൽ പഠിക്കാൻ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന കുട്ടിക്ക് എന്ത് കിട്ടും? നിങ്ങളൊരു സ്കൂളിൽ 26 കൊല്ലം ടീച്ചറായി. ആ 26 കൊല്ലം കൊണ്ട് ആ സ്കൂളിലേക്ക് വന്നു പോയ, പഠിക്കാൻ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന, പഠിക്കാൻ ഏറ്റവും മടിയുള്ള, അല്ലെങ്കിൽ പഠിക്കാൻ ഏറ്റവും പ്രയാസമുള്ള കുട്ടിക്ക് നിങ്ങളെ കൊണ്ട് എന്ത് കിട്ടി? നന്നായി പഠിക്കുന്ന കുട്ടിക്ക് നിങ്ങൾ ആവശ്യമില്ല. പള്ളികളും അമ്പലങ്ങളും ഉണ്ടാക്കി വെച്ചത് ആർക്ക് വേണ്ടിയാണെന്നറിയാം? വിശുദ്ധരായ ആളുകൾക്ക് വേണ്ടിയല്ല. വിശുദ്ധരായ ആളുകൾക്ക് അതിൻ്റെ ആവശ്യം പോലുമില്ല. പിന്നെ ആർക്ക് വേണ്ടിയാ? പാപികൾക്കുള്ളതാണ്. പാപികൾക്ക് കയറി കരയാനുള്ള സ്ഥലമാണ് പള്ളികളും അമ്പലങ്ങളും. അതേപോലെ വിദ്യാലയങ്ങളും മാഷന്മാരും ടീച്ചർമാരും ആർക്കുള്ളതാണെന്നറിയാം? പഠിക്കാൻ കഴിയാത്ത കുട്ടികൾക്കുള്ളതാണ്. ആ കുട്ടികളെ ഒരു സ്റ്റെപ്പെങ്കിലും മുന്നിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന തരത്തിൽ സ്നേഹവും കരുണയും ശ്രദ്ധയുമുള്ള മാഷന്മാരെയും ടീച്ചർമാരെയും കുട്ടികൾ മറക്കൂല. അതാ ഞാൻ ഈ അടുത്ത് വായിച്ചൊരു കഥ ഉണ്ട്, നിങ്ങൾ കേട്ടതാണോ എന്നറിയില്ല. ഒരു മാഷ് കുറേ കാലം കഴിഞ്ഞ്, മാഷ് കുറേ പ്രായമായി, കുറേ കാലം കഴിഞ്ഞ് ഒരു ഹോട്ടലിൽ കയറിയപ്പോൾ മാഷ് മുമ്പ് പഠിപ്പിച്ചൊരു കുട്ടിയെ കണ്ട്. കുട്ടി വലിയ ആളായിട്ടുണ്ട്. കുട്ടിക്ക് മാഷ് കണ്ടപ്പോഴേ മനസ്സിലായി അത് ഗംഗാധരൻ മാഷാണ്. അപ്പൊ അവൻ പറഞ്ഞു, മാഷിനെ പഠിപ്പിച്ചിട്ടുണ്ട്. ആണോ? എന്താ പേര്? പേരൊക്കെ പറഞ്ഞു. മാഷിന് എന്നെ മനസ്സിലായില്ല. മാഷിങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു, ഏത് കൊല്ലാ പഠിച്ചേ? അവൻ കൊല്ലൊക്കെ പറഞ്ഞു. പക്ഷെ മാഷിക്ക് അവനെ മനസ്സിലാവില്ല, ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇവൻ പറഞ്ഞു, മാഷേ ഒരു സംഭവം പറഞ്ഞാൽ മാഷിക്ക് എന്നെ ഓർമ്മ വരും. സംഭവോ? ആ സംഭവം എന്താണെന്നറിയോ? എൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടിയുടെ, ഞങ്ങളുടെ ക്ലാസ്സിലെ ഒരു കുട്ടിയുടെ വാപ്പ ഗൾഫിലായിരുന്നു. അവന് വാപ്പ ഒരു വാച്ച് കൊണ്ടുവന്നു, പുതിയ വാച്ച്. അവൻ ആ വാച്ചും കെട്ടിയിട്ട് ക്ലാസ്സിൽ വന്ന് ഉച്ചയായപ്പോഴേക്ക് വാച്ച് കാണാനില്ല. മാഷ്, ഞങ്ങളെ ക്ലാസ് മാഷ് വന്നിട്ട് മാഷിനോട് ഞങ്ങളെല്ലാം, ആ കുട്ടികളൊക്കെ അത് പറഞ്ഞു, വാച്ച് കാണാനില്ല എന്ന് പറഞ്ഞു. അപ്പൊ മാഷിക്ക് മനസ്സിലായി വാച്ച് ക്ലാസിന്റെ പുറത്തേക്ക് പോയിട്ടില്ല എന്ന്. അപ്പൊ മാഷ് ഞങ്ങളോട് എല്ലാവരോടും എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു. ഓർമ്മയില്ലേ? ആ ഓർമ്മ ഉണ്ടടാ. എന്നിട്ട് മാഷ് എന്താ ചെയ്തതെന്നറിയാ? ഞങ്ങളോട് എല്ലാവരോടും കണ്ണടക്കാൻ പറഞ്ഞു.
ഞങ്ങളെല്ലാവരും കണ്ണ് ചിമ്മി നിന്നു. മാഷ് ഞങ്ങളുടെയൊക്കെ പോക്കറ്റിൽ വന്നിട്ട് ഇങ്ങനെ തപ്പി. ഒരാളെ പോക്കറ്റിൽ നിന്ന് കിട്ടിയില്ലേ? ആ കിട്ടി, എൻ്റെതായിരുന്നു മാഷ്, ഞാനായിരുന്നു അത് എടുത്തത്. ഇപ്പൊ മാഷിക്ക് എന്നെ മനസ്സിലായില്ലേ എന്ന് ചോദിച്ചു. ആ സംഭവം എനിക്ക് ഓർമ്മ ഉണ്ടടാ, പക്ഷെ ആളെ എനിക്ക് മനസ്സിലായിട്ടില്ല എന്ന് പറയും. അതെന്താ മാഷ്? അപ്പോഴാ മാഷ് ഒരു രഹസ്യം പറയണ. മാഷ് പറഞ്ഞു, നിങ്ങളോട് എല്ലാവരോടും ഞാൻ കണ്ണ് ചിമ്മാൻ പറഞ്ഞത് എന്തിനാണെന്നറിയോ? നിങ്ങളെ കൂട്ടത്തിൽ ആരാണ് കള്ളനെന്ന്, ആരാണ് ആ വാച്ച് മോഷ്ടിച്ചത് എന്ന് നിങ്ങൾ ആരും അറിയാതിരിക്കാൻ വേണ്ടിയാ. എടാ, ഞാനും കണ്ണടച്ചിരുന്നു, എനിക്കും അറിയണ്ട. എൻ്റെ കുട്ടികളെ കൂട്ടത്തിൽ ആരാണ് അത് മോഷ്ടിച്ചത് എന്ന് എനിക്കും അറിയണ്ട. കാരുണ്യം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ചിലപ്പോ കണ്ണ് തുറക്കലാണ്, ചിലപ്പോ കണ്ണടച്ചു പിടിക്കലുമാണ്. നമ്മൾ മറക്കൂല. കാരുണ്യമുള്ള മനുഷ്യനെ മറക്കൂല. അതാ ഇപ്പൊ സാധാരണ ഇങ്ങനെയുള്ള വേദികളിലൊക്കെ ഇങ്ങനെ പൂക്കൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടാവും. കല്യാണത്തിനൊക്കെ കണ്ടില്ലേ പൂക്കൾ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. മിക്കവാറും ഇപ്പൊ നോക്കുമ്പോൾ അത് പ്ലാസ്റ്റിക്കിന്റെ പൂക്കളായിരിക്കും. ചെലവും കുറവാണ്, മാത്രമല്ല നാളെ ഉപയോഗിക്കുക, അടുത്ത കൊല്ലം ഉപയോഗിക്കുകയാണെങ്കിൽ. പ്ലാസ്റ്റിക് അല്ലാതെ റിയൽ ശരിക്കുള്ള പൂക്കളാണെങ്കിലോ വാടിപ്പോകില്ലേ? അത് നാളെ ഉപയോഗിക്കാൻ പറ്റൂലല്ലോ. പ്ലാസ്റ്റിക് ആണെങ്കിലോ വാടൂല, കൊഴിയൂല, നിറം പോവില്ല, തളരൂല. റിയൽ ആണെങ്കിൽ തളരും. നമ്മൾ റിയലാണ്, നമ്മൾ പ്ലാസ്റ്റിക് അല്ലേ. ഉള്ളിൽ മനസ്സ് എന്ന് പറയുന്നൊരു സാധനം ഉണ്ട്. അതുകൊണ്ട് അതിൻ്റെ എല്ലാ അവസ്ഥകളും നമുക്കുണ്ടാവും. അതാ ആ അവസ്ഥയെ മനസ്സിലാക്കുന്ന മനുഷ്യന് നമ്മൾ മറക്കൂല. നമ്മുടെ പഴയൊരു പാട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. അത് കേൾക്കാത്തവരുണ്ടെങ്കിൽ കേൾക്കേണ്ട പാട്ടോ. ബന്ധുവാര് ശത്രുവാര് എന്ന് പറഞ്ഞ പാട്ടില്ലല്ലോ, എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. അത് കേട്ടാൽ അവിടെ കുറച്ചുപേര് നമ്മളിങ്ങനെ നിൽക്കും. അതെന്തുകൊണ്ടാണെന്നറിയോ? പുതിയ കുട്ടികൾക്ക് വരെ ഇഷ്ടമാണ് ആ പാട്ട്. അതെല്ലാ മനുഷ്യന്റെ ഉള്ളിലെ കരച്ചിലാണ് ആ പാട്ട്. ശ്രീകുമാരൻ തമ്പി എന്ന വിസ്മയകരമായ നമ്മുടെ ഒരു പ്രതിഭാശാലി എഴുതിയ പാട്ടാ. ആ പാട്ടിലൊരു വരിയുണ്ട്, ഭയങ്കര രസമുള്ളൊരു വരിയാണ്. എന്താ അറിയോ? നമ്മളിങ്ങനെ ഒരു വീട് കണ്ടാൽ അത് എത്ര വലുതാണ് എന്നൊക്കെ നോക്കൂലേ? എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട്, അല്ലെങ്കിൽ എത്ര ഫ്ലോർ ഉണ്ട്, തട്ടുണ്ട് എന്നൊക്കെ നോക്കൂലേ? അതിനെക്കുറിച്ചാണ് പറയുന്നത്. നിലകൾ എണ്ണുവതിൽ കഥയെന്ത് പൊരുളെന്ത്. എത്ര വലിയ വീടാണ് എന്നൊക്കെ നോക്കുന്നതിലെടാ എന്തർത്ഥമാണുള്ളത്. എന്നിട്ട് അടുത്ത വരി എന്താ അറിയോ? ഹൃദയലയം കാണും കുടിലേ മണിമാളിക. എല്ലാ വീട്ടിലും ഇങ്ങനെ എഴുതി വെക്കേണ്ട വരിയാണെന്ന് തോന്നുന്നുണ്ട്. ഹൃദയലയം കാണും കുടിലേ മണിമാളിക. തൊട്ടടുത്തുള്ള മനുഷ്യന്റെ മനസ്സ് കാണുന്നത് എവിടെയാണോ, അങ്ങനെയുള്ള മനുഷ്യന്മാർ ജീവിക്കുന്നത് എവിടെയാണോ അത് കൊട്ടാരമാണ്. അതൊരു കുടിലാണെങ്കിൽ പോലും. തൊട്ടപ്പുറത്ത് കിടക്കുന്നൊരു ടീനേജറായ കുട്ടിയുണ്ട്, 15, 16, 17 വയസ്സുള്ള കുട്ടിയുണ്ട്. ആ കുട്ടിക്ക് ആ കുട്ടിയുടേതായ സ്ട്രെസ് ഉണ്ട്, ആ കുട്ടിയുടേതായ സങ്കടങ്ങളുണ്ട്, ആ ഏജിൽ വരുന്ന പ്രശ്നങ്ങളുണ്ട്. നമ്മൾ പറയും ദേഷ്യം വന്നു, അവന് ഭയങ്കര ദേഷ്യമാണ് അല്ലേ, 7ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ആളാകെ മാറി, ഇങ്ങനൊക്കെ പറയും നമ്മൾ അല്ലേ. പണ്ടൊക്കെ നമ്മൾ വിളിക്കുന്നിടത്തേക്ക് വരുന്ന കുട്ടിയായിരുന്നു, നമ്മളെന്താണോ പറയണത് അതായിരുന്നു ഇഷ്ടം. ഇപ്പം ആളാകെ മാറി, ഭയങ്കര ദേഷ്യമാണ്, അനിയത്തിയോട് ദേഷ്യം വരും, ഒറ്റയ്ക്ക് ഇരിക്കാനാണ് ഇഷ്ടം, ഇങ്ങനൊക്കെ പറയില്ലേ. സത്യത്തിൽ എന്താണ് ആ കുട്ടിക്ക് സംഭവിച്ചത്? ആൺകുട്ടിയാവട്ടെ പെൺകുട്ടിയാവട്ടെ എന്താ സംഭവിച്ചത്? എന്താ ടീനേജിലെത്തുമ്പോ എന്താണെന്നറിയോ? ഇവിടെ ഇത്രയേറെ സഹോദരിമാരിയ്ക്കണില്ലേ? നിങ്ങളൊരു 13 വയസ്സോ 14 വയസ്സോ ഒക്കെ മുതൽ ഓരോ മാസവും 7 ദിവസം കടന്നു പോകുന്ന കഷ്ടദിനങ്ങളില്ലേ? ഉള്ളിൽ ഗർഭപാത്രം ഉണ്ട് എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് നിങ്ങൾ കടന്നു പോകുന്നതാ. നിങ്ങൾക്ക് വേണ്ടിയല്ല, മനുഷ്യവംശത്തിന് വേണ്ടിയിട്ട്. ആ സമയത്ത് നിങ്ങൾ ഞങ്ങളോട് വന്നിട്ട് പറയില്ലേ,
എനിക്ക് എന്താണെന്നറിയില്ല, ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്, എനിക്ക് കാരണമില്ലാതെ കരച്ചിൽ വരുന്നുണ്ട്, എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്, ഇന്നാൾ പറഞ്ഞ പോലെ ഒന്നും എന്നോട് പറയരുത് എന്നൊക്കെ ഇങ്ങനെ ഞങ്ങളോട് വന്നിട്ട് നിങ്ങൾ പറയൂലേ? അത്രയും മൂഡ് സ്വിങ്സ് ഉണ്ടാവും. അതെന്തുകൊണ്ടാണെന്നറിയോ? നിങ്ങൾക്ക് ആ സമയത്ത് നിങ്ങളുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ ഹോർമോണിൻ്റെ വലിയ മാറ്റങ്ങൾ നടക്കുന്നുണ്ട്. അതാ ഹോർമോണിൻ്റെ വേലിയേറ്റം നടക്കുന്നുണ്ട്. അതുകൊണ്ടാണത്. ഇതാണുങ്ങൾക്കുണ്ടോ ഈ ഹോർമോണിൻ്റെ കഠിനമായ വേലിയേറ്റം? പുരുഷന്മാർക്കുണ്ടോ? ജീവിതത്തിൽ ഒരേ ഒരു പ്രാവശ്യമുണ്ട്, അതാണ് ടീനേജ്. അപ്പം ആ കുട്ടിയെ നമ്മൾ എത്ര മനസ്സിലാക്കണം? ആൺകുട്ടിയാവട്ടെ പെൺകുട്ടിയാവട്ടെ, ആ കുട്ടിക്ക് തന്നെ മനസ്സിലാവില്ല എന്താ സംഭവിക്കണ. സൗണ്ട് മാറി, രൂപം മാറി, ശരീരത്തിൽ വ്യതിയാനങ്ങൾ വരുന്നു, ഇഷ്ടങ്ങൾ മാറുന്നു, എല്ലാ തരത്തിലും ആ മനുഷ്യൻ ഒരു ഇൻഡിവിജ്വൽ ആകാൻ തുടങ്ങി. നമ്മൾ പറയും ദേഷ്യം വരികയാണ് കുട്ടിക്ക്. അവൻ്റെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ അവന് പുറത്തേക്ക് കാണിക്കാൻ ചിലപ്പോൾ ദേഷ്യമായിരിക്കും വഴി. അതാ